കടക്കാവും. എല്ലാരും പഞ്ചിങ്. അങ്ങനെയുള്ള സ്കൂളിൽ പോയി അസംബ്ലി പ്രോഗ്രാം കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പ്രിൻസിപ്പൽ ചോദിച്ചു സ്കൂൾ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു മഹാമോശ. എന്തേ കാരണം വെച്ചു, തലേ ദിവസം ഞാൻ 10 ടീച്ചർമാർക്ക് ഇമെയിൽ അയച്ചിരുന്നു, അവർ മറുപടി അയച്ചിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. അപ്പൊ നിങ്ങൾക്കുള്ള അതേ അസുഖം പലർക്കും ഉണ്ട്. അവിടെയൊക്കെ വഴക്ക് പറയാം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? അതിന്റെ ഭഗവാൻ ആരാ? പതഞ്ജലി. യോഗേന ചിത്തസ്യ പദേന വാച. പിന്നെ എന്ത് ചെയ്യണം? ശരീരം ക്ലീൻ ആവണം. ശരീരം ക്ലീൻ ആവാൻ എന്ത് ചെയ്യണം? ഡ്രിങ്ക് വാട്ടർ. എത്ര കുടിക്കണം? എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കണം. ഞാൻ 2 കുപ്പി വെള്ളം കൊണ്ടുവന്നുണ്ടായിരുന്നു. കാരണം വന്നു കഴിഞ്ഞാൽ വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കീപ് ക്യാരി. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അണ്ടർസ്റ്റുഡ്? സിറ്റ് സംവർ. അല്ലെങ്കിൽ എവിടെയോ പോകാനുണ്ട്. ഇപ്പൊ മോനെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അവര് നന്നാവും. അധികം ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് ഏറ്റവും വികൃതി. ആദ്യം മനസ്സിലാക്കുക. ജപ്പാനില് ഒരു കുട്ടികളും ശല്യം ചെയ്യാറില്ല. ഒരു കുട്ടികളും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ട്രെയിനിൽ 2 പേര് യാത്ര ചെയ്യുമ്പോൾ അന്യോന്യം സംസാരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ജപ്പാൻ. ഹോട്ടലുകളിൽ 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റേ ഉള്ളൂ. 4 പേർക്ക് ഇരിക്കാവുന്ന സീറ്റില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാ. അവിടെ ഇരുന്ന് ചറപറ പറയാൻ സമ്മതിക്കില്ല. മനസ്സിലാവണ്ട പറയണേ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് വേറെ പണിയൊന്നുമില്ല, മോന്റെ കൈ പിടിച്ചോണ്ടാണ്. Just leave him. Go and sit somewhere seriously. When you are serious doing something, no kid will disturb you. ഡൽഹിയില് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു കുഞ്ഞ് ഇങ്ങനെ ഓടിച്ചോണ്ട് നടക്കണം. 400 പേരുള്ള സഭയാണ്. ആ അമ്മ പിന്നെ ആല ഓടുകയാണ് കുട്ടീനെ പിടിക്കാനും ഇരുത്താൻ. ഓരോ പ്രാവശ്യത്തോടും പിന്നെയും. ഇത് കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, കുട്ടികൾ കളിക്കുന്ന കാണാൻ കുഴപ്പമില്ല, പക്ഷെ അമ്മയും കൂടി കളിക്കുന്ന കാണുമ്പോ മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് ശരിക്കും അടി കിട്ടിയ പോലല്ല. ആ ഫീലിംഗ് ഒന്നും അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അതിന് മുമ്പേ തുന്ത വെറുപ്പിച്ചിട്ട് ചോന്നിരുന്നേനെ. കൺട്രിയും അതിന്റെ ക്യാപിറ്റലും പറയും. ഉറക്കെ പറയണം, എല്ലാരും കേൾക്കണം. ഇന്ത്യ ഉണ്ടായിട്ട് പാകിസ്ഥാനിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ട്? ഒരു രാജ്യം ഒരു എന്ത് നീ പാകിസ്ഥാനിയാണോ നീ? ഞാൻ ഞാൻ വല്ല കാര്യം പറഞ്ഞു. വൈ ഡു യു ഇതാണ് കുഴപ്പം. ഞാൻ ഇമാജിൻ ചെയ്യാണ് വേറെ എന്തോ സംഭവമാണ് നടത്താൻ പോണെന്ന്. ഒരു രാജ്യം അറിയുന്നത് പറയാ ആദ്യം. ഏതാ പാകിസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാ? കറാച്ചി അല്ല എന്റെ കുട്ടിയെ, കാബൂളും അല്ല. എന്താ നല്ല എനിക്ക് പണ്ടേ അറിയാം. കണ്ടില്ലേ ഞാൻ പറയണൊക്കെ? ഇത് അപ്രീഷിയേറ്റ് അല്ല ചെയ്തപ്പോ ഇത് നല്ലൊരു പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സെന്റൻസ് പറഞ്ഞാൽ അപ്രീസിയേഷൻ ആണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ വിജില പറഞ്ഞത് ഇതേ മെത്തേഡാണ് ഞാനും എന്റെ MSc ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ ഇയാള് പറയുന്നതെല്ലാം ഒന്നും പുതിയതല്ല. എനിക്ക് പണ്ടേ അറിയണം. അപ്പോ അങ്ങനെയല്ല. ഞാൻ പറയണ കേൾക്കണില്ല. ഇയാൾക്ക് അർത്ഥപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായില്ലേ? അത് കേൾക്കണില്ല. കാരണം വെച്ചാൽ എനിക്ക് പറയാനുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നത് കേൾക്കണില്ല. ഇത് അതിന്റെ അർത്ഥം എന്താ അറിയാം? ഞാൻ ചെയ്യുന്ന ഓരോ സംഭവം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ വിജില പറയും ഇതൊക്കെ എനിക്ക് അറിയണത് ഞാൻ ചെയ്തതാണ്. പിന്നെ എന്തിനാ ഈ പണ്ടാരക്കാലിനെ ഇവിടെ 2 ദിവസം കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവാതെ. ഒരു പോയിന്റ് പോലും ഈ കഴിഞ്ഞ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ നാരായണൻകുട്ടിയോട് രാവിലെ പറഞ്ഞു, ഷീ ഡസന്റ് അപ്രീഷിയേറ്റ്. ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോ ഇത് നല്ലൊരു പോയിന്റ് ആണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാ മതി. മതിയോ ഇല്ലയോ? അതാണ് അപ്രീസിയേഷൻ. അതിന് പകരം പറയുന്നത് എന്താണ്? ഇതേ മെത്തേഡാണ് ഞാൻ MSc എടുത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, ആ ഗുരുഗീത എന്നുള്ള ശ്ലോകം എന്താണെന്ന് പറഞ്ഞെ? ഗുരുഗീതയിലെ ശ്ലോകം എന്താണെന്നോ? അതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം അറിയോ, ഞാൻ ഈ പറഞ്ഞല്ലോ ആദ്യത്തെ ഭാഗം
50% ഓർത്താൽ 50% കിട്ടും. 100 ചോദ്യങ്ങൾ 5-10 ചോദ്യം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റി 10 കിട്ടിയാലെന്ന് പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്, ഞാൻ ഇത് കഴിഞ്ഞാൽ ഒട്ടനെ എന്ത് പറയണം, ഞാൻ MSc ഇത് ചെയ്തു എന്നിട്ട് എനിക്ക് കിട്ടിയത് പറയണം എന്ന് ആലോചിക്കണം. അപ്പൊ ബാക്കി പറഞ്ഞതൊന്നും ഫലിച്ചില്ല. ഇല്ല എന്റെ കുട്ടിയെ, തന്റെ കുഴപ്പതാണ്, അത് മാറ്റൂ എന്നാണ് പറയുന്നത്. അത് മാറ്റൂ എന്ന് ഞാൻ പറയുമ്പോഴും കഥ തീർക്കാനാ നോക്കണം, ആണോ അല്ലയോ? ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കിയില്ല, പിന്നെയും അവനവന്റെ കഥ പറയാനുള്ള ശ്രമമാണ്. സി യു ആർ ഗ്രേറ്റ് അമ്മ, യു ആർ വണ്ടർഫുൾ. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ പറയുന്ന സാരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇവിടെ പറഞ്ഞാല്, ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് വിച്ച് യു ബെനിഫിറ്റഡ് ഫ്രോം. ഇവിടെ ഞാൻ ഇവിടെ ഇന്ന് പഠിപ്പിച്ചാല്, അല്ലെങ്കിൽ ഇന്നലെ പഠിപ്പിച്ചാല്, അല്ലെങ്കിൽ ഞാനും താനും ഇന്ററാക്ട് ചെയ്തതില് തനിക്ക് കിട്ടിയ ഒരു 4 ബെനിഫിറ്റ് ഒന്ന് പറയുന്നത് അല്ലേ? അങ്ങനല്ലേ വേണ്ടേ? ആണോ അല്ലയോ? ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് പറയും. ഒരാള് ഒരു കാര്യം ചെയ്ത ഉടനെ ഞാനും ഇത് പണ്ടേ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, നീ പറയും കുട്ടി, ഞാൻ എന്റെ അടുത്ത് നിന്ന് പഠിച്ചതിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 2 കാര്യം പറയും. അങ്ങനെ പറയരുത്. വാട്ട് യു ഷുഡ് ഡു ഈസ് യു ടെൽ മീ വാട്ട് ഡിഡ് യു ലേൺ. ഡോണ്ട് ടെൽ എനിക്ക് പറയാനില്ല, എനിക്ക് കുറെ പറയാനുണ്ട്. കം ടു ദ പോയിന്റ്, ടു ദ പോയിന്റ്. ഉറക്കെ, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഉറക്കെ പറയുന്നവരും എന്തുണ്ടെന്ന് അർത്ഥം? കോൺഫിഡൻസ്. നിങ്ങൾ പതുക്കെ പറയുമ്പോൾ അർത്ഥം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അച്ഛനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ നിങ്ങള്? എന്റെ അർത്ഥം എന്താ? എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധമുള്ള സ്പീക്ക് ലൗഡർ. സി ഇത് ഇയാളുടെ സ്ഥലമാണ്, ആണോ അല്ലയോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്നെ പുറത്താക്കാം, നമ്പർ 1. ഇനി എന്നെ ഇവിടുന്ന് മറ്റൊരു ജയിലിൽ കിടന്നതെങ്കിൽ എളുപ്പം വിചാരിച്ചാൽ മതി. മനസ്സിലാവുണ്ടോ? ഏത് പെണ്ണിനും വളരെ എളുപ്പമാണ് ഈ ലോകത്ത് ഏതാണിനെയും ജയിലിൽ കയറ്റാൻ. അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ, ആണോ അല്ലയോ? പിന്നെ ഇവളെന്തിനാ എന്നെ പേടിക്കണം? ഹാവ് കോൺഫിഡൻസ്, സ്പീക്ക് ലൗഡർ, ടെൽ മീ 3 പോയിന്റ്സ്. അല്ലെങ്കിൽ ഇന്ന് പഠിച്ചൊരു കാര്യം കോൺഷ്യസ്. കഥയൊന്നും പറയാണ്ട് ഒരു പോയിന്റ് പറയണ്ട. ഞാൻ ഗുരുഗീത എന്നാ പറഞ്ഞ തെറ്റാട്ടോ, ഉത്തരഗീത. വണ്ടർഫുൾ. ഗുരുഗീത ഇസ് എ ഡിഫറെന്റ് ബുക്ക്. ഉത്തരഗീത. പിന്നെ എന്തും ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഡോക്ടർ KPSന്റെ അടുത്ത് നിന്നാണ് പഠിക്കാൻ പറ്റിയത്. അങ്ങനെ ചെറിയത് പോലും ഡോക്യുമെന്റ് ചെയ്ത് ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളൊരു വിസ്ഡം കിട്ടി. അതുപോലെ എന്ത് ചെയ്യുമ്പോഴും ഫോക്കസ്, മറ്റുള്ളതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു 4 ചോദ്യം ചോദിക്കണം. എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ ചോദിക്കും. അത് കഴിഞ്ഞ് പറയരുത് കേട്ടോ, എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അങ്ങനെ അല്ലാത്തത്, അറിയാത്ത എന്തെങ്കിലും എന്നെ ടെസ്റ്റ് ചെയ്യാനല്ല, ഇയാൾക്ക് അറിയണം എന്ന് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഇയാൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഉപകാരപ്രദമാവും ഞാൻ പറഞ്ഞാൽ ഇയാൾക്ക് അറിയാത്തത് എന്തെങ്കിലും ബാക്കി എപ്പോഴെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഒരു അര ദിവസമല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിക്കും അബദ്ധത്തിൽ. ഇയാൾക്ക് അറിയില്ല, ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണം തോന്നുന്ന ഒരു 2 കാര്യം പറഞ്ഞാൽ അത് പറയാം, എന്നിട്ട് പോവാം. അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷനിലത്തെ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളായാലും വരാറുണ്ട്. മറ്റുള്ള സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് വരുന്ന കുട്ടികളാണ് എൻ്റെ സ്കൂളിലേക്ക് കൂടുതലും വരാറ്. കൊതേരിന്റെ അടുത്തുള്ള കൊതേരി സ്കൂളിൽ നിന്ന് 2-3 അഡ്മിഷൻസ് അതെല്ലാം ശങ്കരന്നൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, ഈ
കുട്ടിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ് റൂമിൽ. ഇത് എങ്ങനെ അടങ്ങിയിരിക്കണം എന്ന് അറിയുന്നില്ല. ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, ഈ കുട്ടി ഭയങ്കര മിസ്ചീവിയസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കാറ്റഗറിയിൽ അവരിങ്ങനെ എഴുതിയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് അത് ടീസി ഇവിടെ ഇല്ല, നമുക്ക് ഇവിടെ ഞാൻ വാങ്ങിക്കാറുമില്ല. ഞാൻ പറഞ്ഞു തന്നോട് ഇവർക്ക് ഗുണമുള്ള കാര്യം തന്റെ ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത പറയുന്നത്. അപ്പൊ ഈ പാരന്റ് ഈ ടീച്ചേഴ്സിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ അതിനൊരു മാറ്റം വരുത്തേണ്ടത്? അതോ ഇതിപ്പം നമ്മൾ ഇവിടെ തന്നെ കുട്ടികൾ വരുവാണെങ്കിൽ തന്നെ അതിന് കുറേ കൺഫ്യൂഷൻസ് ആണ് ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇത് ഈ കുട്ടീനെ എങ്ങനെ നമ്മൾ ഞാൻ ചോദിക്കുന്നത്, കുട്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് ഗുണമുണ്ടാവുമോ? യൂസ്ഫുൾ ഫോർ യു? നിങ്ങൾ അങ്ങനെ ഒരു സ്കൂൾ നടത്താൻ പോകുന്നുണ്ടോ? എന്നിട്ട് നിങ്ങളുടെ ശങ്കരൻ ആരെങ്കിലും വരുമോ നാളെ? ഇല്ലല്ലോ. ഇതൊരു പാരന്റ്സിന്റെ ഒരു കൺസേൺ ആണ്. ഞാൻ എന്നും പറയുന്നത് അങ്ങോട്ട് കേൾക്കണില്ല അവള്. ഞാൻ ചോദിക്കണത്, ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാല് ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഉപകാരപ്രദമാവും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം. നോക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടില്ല. ഞാൻ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, ആസ്ക് സംതിങ്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എന്നോട് ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഗുണമുള്ള ഒരു കാര്യമല്ലേ ചോദിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇയാളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ ഇയാളുടെ സ്കൂളിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാല് അത് ഇവർക്കൊന്നും ഉപകാരമുള്ളതല്ല. എന്റെ അടുത്ത് ശങ്കരൻ എന്ന് കുറെ ആൾ വരലുണ്ട്, ഞാൻ നന്നാക്കിയിട്ടുണ്ട്, അങ്ങനെ അതല്ല അത് കഥ. അവർക്ക് പ്രത്യേകതയുള്ള, അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കോമൺ ക്വസ്റ്റ്യൻ. കാരണം അവരെ നീയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പം പാരന്റ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നത്തെ ഒരു ജനറേഷൻ വളരെ ഹൈപ്പറാണ് മാം, ഇതെങ്ങനെ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മളൊക്കെ ഇങ്ങനെയല്ലല്ലോ വളർന്നത്. വൈ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പാരൻസ് കൗൺസിലിങ്ങിന് വരുമ്പോൾ ചോദിക്കുന്നത്. അതുപോലെ പാരൻസ് ചോദിക്കാനായിട്ട് കുട്ടീനെ എങ്ങനെ അടക്കിയിരുത്താൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സർ. ഞാൻ ആദ്യമായിട്ട് കാര്യം പറയാം. എൻ്റെ അമ്മ ഇതുവരെ ഞാൻ വളരെ വികൃതിയും 7 പ്രസവിച്ചു 8 പ്രസവിച്ചു എന്നല്ല പറയാം, അല്ലേ? 8 പ്രസവിച്ചു എന്നല്ല പറയാം. ഇവിടെ ഒരാണി അടിക്കണം എന്ന് വിചാരിക്കും, ക്യാമറ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഓടും. അപ്പൊ ഏതോ ഒരു ഈ സ്വർണ്ണപ്പണിക്കാരൻ അടിക്കണമെങ്കിൽ അതവിടെ നിർത്തിട്ട് ഞാൻ ഓടും. അങ്ങനെ വികൃതിയാണ്. എൻ്റെ നാട് ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ആണ്. എവിടെയെങ്കിലും ഒരു ജീപ്പ് ആരെങ്കിലും, അന്ന് ജീപ്പാണല്ലോ, ജീപ്പിന് ഡോറൊന്നും ഇല്ലല്ലോ, ആ ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് കയറും, ക്ലച്ച് ഔട്ടും. ഈ പ്രായത്തിലേക്ക് 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് അത് അവിടുന്ന് കൊണ്ടുപോയിട്ട് ഏറ്റവും താഴത്തോണ്ട്. അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല, കാരണം സ്റ്റാർട്ടാക്കാൻ ചാവിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ എവിടെയെങ്കിലും ജീപ്പ് കണ്ടിട്ടില്ലെങ്കിൽ അവർ പറയും ശശി ഭാഗത്ത് എവിടെ പോയിട്ടുണ്ടോ. അത് ചിലപ്പോൾ ഓടിക്കുമ്പോൾ റോഡിലൊന്നും ആവില്ല, സെന്ററിൽ വെച്ചിട്ട് ഞാൻ സ്ഥലം പിടിക്കും. കാരണം അങ്ങോട്ട് സൈഡിലേക്കാക്കാൻ എനിക്ക് പറ്റില്ല, അത്ര വികൃതിയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ എന്നെ കുറിച്ച് കൺസേൺ ഉള്ളൂ. നാട്ടിൽ അങ്ങനെ കുറെ ആൾ, നിങ്ങളടുത്ത് കൗൺസിലിങ്ങിന് നിങ്ങളുടെ കുട്ടിയുടെ പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരാള് ലോകത്തിൽ എല്ലാവർക്കും അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ അമ്മയല്ല അച്ഛനാണ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എൻ്റെ കുട്ടി വിജില. യു ആർ കൺസേൺഡ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് എ പാരന്റ് ഈസ് കൺസേൺഡ് അബൌട്ട്. ഇയാൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന, പനിയായിട്ട് വരുന്ന ഒരാള് നാട്ടിലാകെ പനി പടർന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയോ? എന്താ പറയാ, എന്റെ കുഞ്ഞിക്ക് പനിയുണ്ടെന്നേ പറയും. എന്റെ കുഞ്ഞിക്ക് ഏറ്റവും വലിയ പനി എന്നാ പറയാ. മനസ്സിലായിട്ടുണ്ടോ? ഇന്നലെ ഞാൻ പറയുമ്പോ അതിന് കാരണങ്ങൾ പറഞ്ഞു, കുറെ കാരണങ്ങൾ. ഒന്ന്, ഇന്ന് രാവിലെ ഷറഫ് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 ബാഗും തൂക്കി അതിനകത്ത് ഫുൾ ബുക്കുമായി ഒരു പേപ്പറും ഇട്ട് നമ്മൾ അവിടുന്ന് നടന്നു വരുമ്പോൾ നിങ്ങളുടെ ഫാക്കൽറ്റി ടീച്ചേഴ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഒരൊറ്റ ഒരാൾക്കതൊന്നും സഹായിക്കാൻ തോന്നിയില്ല. ഇന്ന് ഞങ്ങൾ നീ എടുക്കില്ല. ഇന്ന് രാവിലെ വരുമ്പോഴും നമ്മുടെ ബാഗ്, അതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. അത് നമുക്ക് പറ്റാത്തതുകൊണ്ടല്ല, ദാറ്റ് ഷോസ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരിക്കലും എൻ്റെ ബാഗ് ഒരാളെ കൊണ്ടെടുക്കാൻ സമ്മതിക്കാറില്ല. ഷറഫ് പറഞ്ഞ കാര്യം. ആ റിസീവിങ് എന്ന് പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഒരാളുടെ വീട്ടിൽ പോകും, വീട് തുറന്നു കൊടുക്കണ്ടെങ്കിലും ബെല്ലടിച്ചാലും വരൂ എന്നൊരു വാക്ക് പറയാറില്ല, എന്താ ഇല്ലയോ? അവിടെ വരെ വന്നാക്ക് വേണ്ടി ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കയറൂലേ? ചെന്നാലും അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഹസ്ബൻഡ് ആയാലും അവിടെ അധികാരമുള്ള ഒരാളായാലും എത്തുമ്പോ നമ്മളൊരു വാക്ക് പറയും, എന്ത്? വരൂ. മനസ്സിലാവേണ്ട പറയണു, വരൂ, കയറൂ, ഇരിക്കൂ എന്നൊരു വാക്ക് പറയും. ഞാൻ വന്നു, കയറി. എനിക്കിവിടെയാണ് സംഭവം എന്നറിയാം, കാരണം ഞാൻ ഇതാണ് സജസ്റ്റ് ചെയ്ത സ്ഥലം. ഞാൻ നേരെ മുകളിൽ കയറി എൻ്റെ ബാഗ് ഇവിടെ വെച്ചു, അവിടെ പോയി നിന്നു കുറേ അതാണ്ട്. ഇതേ ഷറഫ് പറഞ്ഞ് നമുക്ക് നല്ലോണം ഇതായിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുടിച്ചു, നാരായണൻകുട്ടി കുടിച്ചു, ഷർട്ട് മനസ്സിലാവുണ്ടോ പറഞ്ഞു? യു അണ്ടർസ്റ്റുഡ്? ഇത് ഒരാൾ ചെയ്യണം എന്നല്ല പറയുന്നത്. ഞാൻ ചിലപ്പോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആരെങ്കിലും ഇതിന് ഒരു ഏൽപ്പിക്കണം അല്ലേ? 9:02 മെസ്സേജ് വന്നു, എവിടെയാണുള്ളത്? ഞാൻ പറഞ്ഞു 10 minutes ആയത്. 9:12 വിടും. നമ്മളത് 13-14 ആയി. അപ്പൊ ഉടനെ നോട്ട് ദ ടൈം ഗ്രേറ്റ്. നമ്മുടെ ഒരു പരിപാടിക്കാണല്ലോ വരുന്നത്. നാരായണൻകുട്ടി ആദ്യമായിട്ടാണ് വരുന്നത്, ഞാനും ഷറഫിന് രണ്ടാമതാണ്. അപ്പൊ നമ്മൾ അറിയാലോ ഇല്ലേ? ഇപ്പം CASF-ന്റെ 3 ആള് വന്നു. അത് വലിയ പണിയൊന്നല്ല, ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണ്. 3 ആൾ ചെയ്യേണ്ട കാര്യം താനോട് പോയി, അല്ലെങ്കിൽ യു ടേക്ക് ഇറ്റ് ആൻഡ് ലീവ് ദ അതർ ഫ്രീ. 4 പേര് അതിന്റെ പിന്നാലെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കണ്ട. ജസ്റ്റ് സിറ്റ് ഡൗൺ നാരായണൻകുട്ടി. അതില്ലെങ്കിലും പോയാ പോട്ടെ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയും കൊടുക്കാൻ വേണ്ടിട്ടാണ്. സാരില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്പർ പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദറ്റ് നമ്പർ. ഇതൊന്നും എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂങ്ങി തിന്നാനൊന്നും അല്ല. ഇവിടെ അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കും. ആരും കൊണ്ടുപോയാലും വിരോധമില്ല. അടുത്ത പ്രാവശ്യം ഡൽഹിയിൽ പോയ സമയത്ത് കുറേ ബുക്ക് കൊണ്ട് അവിടെ ഇട്ടു. എന്നിട്ട് ഈ നമ്പറിൽ അയച്ചോ കാശ്, അനുഷയുടെ നമ്പറിലേക്ക് കാശ് അയച്ചോളാം. അവളാണ് മിക്കവാറും പൈസ കൊടുക്കുന്നത് പ്രിന്റിങ്. അപ്പൊ അതില് പ്രിന്റിങ്ങുള്ള കോസ്റ്റ് ഒന്നും എത്തില്ല. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാലും നമ്മളൊരു തോന്നലുണ്ടാവും. ഇപ്പൊ എന്നോട് അക്കൗണ്ട് ചോദിക്കൊന്നുമില്ല, ഡോണ്ട് വറി. മനസ്സിലായോ? എന്റെ സ്റ്റുഡൻസ് നിങ്ങളെ പോലെ ഒന്നല്ല. എന്റെ സ്റ്റുഡൻസ് ആരെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല. എന്ത് ചെയ്യും? അതിൽ ചെറിയ ചെറിയ അപാകതകൾ വരുമ്പോ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. പക്ഷെ ഈ വരുന്ന ആൾ ഒന്നിനും കൊള്ളാത്ത ആള് എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോ ഇവിടെ വന്നു പോലെ എന്നോട് ചോദിച്ചില്ല. എന്താണ് ആരും ചോദിച്ചത്? ഒരു ചോദ്യം ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? ഇവിടെ വരെ വിജയത്തില്. ഇതൊരു വിജയമല്ല തോന്നുന്നു, എനിക്ക് പരാജയമായിട്ടാ തോന്നുന്നു. അതിൽ ഉത്തരം പറഞ്ഞ ഇതൊരു പരാജയ. കാരണം എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരാളാ. അത് ഇത്രയൊക്കെ എഫേർട്ട് ഉപയോഗിച്ചിട്ടും ഈ ഒരു രമ്യ ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ഈ എടുക്കുന്ന വീഡിയോ ഒക്കെ രാത്രി 2 മണി 3 വരെ ഇരുന്ന് കണ്ടിട്ടാണ് അത് കട്ട് ചെയ്തിട്ട് ഫോട്ടോ അയക്കണത്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം കണ്ടിട്ടാണ് ചെയ്യണത്. ഇത്ര മെനക്കെടുന്നെന്ന് ആലോചിച്ചു. ഇത് 6 മണിക്കൂറാണെങ്കിൽ 6 മണിക്കൂർ ഞാൻ കാണുന്നുണ്ടാവും. മനസ്സിലായോ? ഇത് കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇടണം. ഇവിടെ കാണിക്കാൻ മാത്രം ഞാൻ കൊണ്ടുവന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തത് ഒരു ഡയറക്ടറി ഫുൾ ഉണ്ട്. ഇത് കുറേ മെനക്കെട്ടിട്ട് കോപ്പി, എന്റെ പഴയ സംഭവങ്ങൾ അടക്കം. മനസ്സിലായോ? അത് കാണിക്കാൻ തോന്നിയില്ല. കാരണം എന്താ? നിങ്ങൾക്കതൊരു ചോദ്യം വരുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. ആ 3D കാണിച്ചത് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ് എന്ന് പറയുമ്പോൾ സ്പോഞ്ചില് 3 ഇഞ്ചില് കുറെ റെക്ടാങ്കിൾ പോലെ അത് നിലത്തിട്ട് ഒരു ഡെസ്കും ബെഞ്ചും ഇല്ലാണ്ട്, ഒരു റൂം ഇവിടെ ഡെസ്കും ബെഞ്ചും ഇല്ലാണ്ട് ഒരു കുഷ്യൻ ഇട്ടിട്ട് ഉണ്ടാക്കാൻ, ഇതാണ് എന്റെ സാമ്പിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ആൾക്കാർ വരുമ്പോ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ യു ബിക്കം സക്സസ്ഫുൾ. ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 20 ദിവസം വേണ്ടാതെ ചെയ്യാൻ. യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഇവിടെ കൊണ്ടുവരും നാളെ രാവിലെ. രാത്രി ഫുൾ പണിയെടുപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ. നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ചെയ്തില്ല, ചെയ്തോ? എവിടെ റൂം? കുഷ്യൻ ഇട്ടിട്ടുണ്ടോ? കാണിച്ചൊന്നും തന്നെ. ഞാൻ ചോദിക്കുന്നത് കാണിച്ചു തന്നില്ല. എന്താ കാരണം? ഇയാളില്ല വരുമ്പോ ആ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ലഞ്ച് ടൈമിൽ ഈ ചറപറ പണിക്കുന്ന സമയത്ത് ഡോക്ടർ TPS എനിക്കത് കാണിച്ചു തരാൻ കൊണ്ടുപോയി കാണിക്കണ്ടേ? ഞാനിപ്പോ ചോദിക്കുമ്പോ അവിടെയുണ്ട് കുറെ ആമസോണിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഷെൽഫിലുണ്ട്. യു ഷുഡ് ബി റിയാക്റ്റീവ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 മിനിറ്റ് കിട്ടുമ്പോ അത് പറയണം, കാണിക്കണം, അതെല്ലാരും കാണിക്കണം. ഈ CASF-നെ കാണിച്ചു കൊടുത്തോ? ഞാൻ അവരോട് പറഞ്ഞു ഇതൊക്കെയാണ് എന്റെ സങ്കല്പം. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ഹാപ്പൻ. അയാളോട് വൈ ആർ യു ഹൈഡിങ്? ഞാൻ കട്ടുകൊണ്ട് ഓടുന്നു. അല്ലത് എന്ത് കാണിക്കാണ്ട് സൂക്ഷിച്ചു വെക്കുന്നത് എനിക്ക് മനസ്സിലാവും. കണ്ടിരുന്നോ? നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണിച്ചു തന്നു. ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കുറെ സമയം ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് ഒരു 10 മിനിറ്റ് എന്റെ കൂടെ സമയം ചെലവഴിച്ചു ഇതുവരെ. ശ്രദ്ധ ഇവിടെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ കുട്ടിയെ
മനസ്സിലാവുന്നുണ്ടോ? ഐ തിങ്ക് ഐ ആം റോങ്. എനിക്ക് എന്താ എന്റെ തെറ്റെന്ന് മനസ്സിലാവണില്ല. എന്റെ തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിന്റെ പടം അയച്ചോ, ഗ്രൂപ്പിലിട്ടോ അതിന്റെ പടം. ഇടരുത്, അതൊന്നും ഗ്രൂപ്പിലിടരുത്. ഇതൊന്നും ഗ്രൂപ്പിലിടരുത്. ഞാൻ ഇടാണ്ടിരുന്നതാ, അല്ലെങ്കിൽ എല്ലാ പടവും ഞാൻ ഗ്രൂപ്പിലിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാൻ ഇടാണ്ടിരുന്നു, നിങ്ങൾ ഇടാത്തതുമ്പോ ഞാൻ എന്താ ഇടുന്നത്? വെരി വെരി പത്തറ്റിക്. യു ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ടു. എന്തോ ഒരു ദേഷ്യം കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ യു തോട്ട് ദാറ്റ് നോ ഐ ആം നോട്ട് യൂസ്ഫുൾ ഫോർ. അതുപോലും കാണിച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത സാധനങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു, പക്ഷെ ചെയ്തതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ? സമയമില്ലാന്ന് പറയല്ലേ? നിങ്ങക്ക് ബാക്കി എല്ലാവരും സംസാരിക്കാൻ സമയമുണ്ടല്ലോ, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? യു ഷുഡ് സ്പെൻഡ് ടൈം. നോ, ഇന്നലെ ഏതോ ഒരു A+ കിട്ടിയ കുട്ടിയുടെ കാര്യം പറയാൻ വന്നല്ലോ. യു ഷുഡ് ഹവ് ടോൾഡ് മീ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇന്നൊക്കെയാണ് ചെയ്തത്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തൂടെ തന്നെ? അതല്ലേ വേണ്ടത്? ഇവിടുന്ന് നമ്മൾ അവിടെ പോയത് എത്ര മണിക്കാ? 5:45, 5:30 കണ്ടാണ് അല്ലേ? 4 മണി കഴിഞ്ഞാൽ 1.25 മണിക്കൂർ ഞാൻ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഒന്നും ചെയ്തില്ല. ഉച്ചക്ക് ലഞ്ച് ഒന്നും ചെയ്തില്ല. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ ഫോക്കസ്ഡ് ആവുക. ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്തത്. റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഐ നോ ദാറ്റ് യെസ് യു ഹാവ് ഡൺ ഇറ്റ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അറിയില്ല. അതാണ് കമ്മ്യൂണിക്കേഷൻ. അതിനാ പ്രോ ആക്റ്റീവ് എന്ന് പറയാം. കാണിക്കണ്ട, ഞാൻ കാണേണ്ട താല്പര്യമില്ല. സങ്കടം. ടു ബാഡ്. I terribly failed. ഒരു കുറച്ചെങ്കിലും ഇത് വേണ്ട, മനുഷ്യത്വം എന്നൊരു സംഭവം. You should have taken some picture and sent it to me. എത്ര പ്രാവശ്യം ചോദിച്ചു അപ്ഡേറ്റ് ചെയ്ത്. You want to give a surprise. And surprise was you came late എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഇനിയും സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് you should have shown to me, right? സമയമില്ലാത്തതുകൊണ്ടാണോ? പറയൂ വിജില, why you did not show me? നാരായണൻകുട്ടിയാണ് നിന്റെ VIP എങ്കിൽ പിന്നെ എന്നെ എന്തിനാ കൊണ്ടുവന്നത്? You should have shown to him and then you should have asked him to handle. ഞാൻ നിങ്ങൾക്ക് പണിയില്ല, ഞാൻ ഇവിടെ ഇരിക്കണ്ടല്ലോ. എനിക്കൊരു പണി തന്നിട്ടില്ലേ നിങ്ങള്? ഈ പണി മാത്രം ചെയ്ത് മിണ്ടാണ്ട് പോയാൽ ഞാൻ ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് ഡീൽ ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനെ അല്ല ചെയ്യാറ്. വെരി ബാഡ്. പറയൂ, ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാം. അത് പണ്ട് നമ്മൾ ഈ മാർക്സിസ്റ്റുകാരുടെ പിന്നാലെയായിരുന്നു. എൻ്റെ ഏട്ടനൊക്കെ അസല് മാർക്സിസ്റ്റായിരുന്നു. ഓക്കെ, കക്ഷത്ത് എന്തൊക്കെ ഒരു അല്ല, ആ മാഗസിന്റെ പേരെന്താ പറയാ? അല്ല ചിന്ത കക്ഷത്ത് വെക്കുന്നവരാ നാട്യ ചിന്തകളുള്ള ആൾക്കാർ. മാർക്സിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും. ചിന്ത എവിടെയാ വെക്ക അല്ലേ? പണ്ട് മാർക്സിസ്റ്റുകാരുടെ സിമ്പിൾ എന്താ? ചിന്ത കക്ഷത്ത് വെച്ചിട്ടാണ്. കക്ഷത്ത് ചിന്ത വെക്കുന്നവർക്ക് പിന്നെ വല്ല ചിന്ത ഉണ്ടാവും. നിങ്ങൾ മാർക്സിസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അതിനേക്കാളും വലിയ മാർക്സിസ്റ്റ് ഐഡിയനായ പിണറായിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എൻ്റെ ഏട്ടൻ. ബ്രണ്ണൻ കോളേജിൽ കൂടെ പഠിച്ചതാ. പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ പലപ്പോഴും മാറണം. യു അണ്ടർസ്റ്റുഡ്? ആ മാറ്റം ഉണ്ടാവുമ്പോഴാണ്. ഇതൊക്കെ ടൂൾസാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് എൻ്റെ കഴിവാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണെങ്കിൽ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വിചാരിക്കും ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഈസ് എ മാൻ ഹു ഡസ് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചുറ്റുവട്ടത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തില് ഇങ്ങനെ കുറെ ആൾക്കാർ നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടാവും. അവരെ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വിളിക്കുക, അത് കാണിച്ചു കൊടുക്കുക, അവരുടെ പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ക്ലാസ്സിൽ യൂസ് ചെയ്യാം. ഞാൻ ചോദിക്കണോ ഇനിയും? അതിനിടയിൽ ചോദിക്കണ്ട്. യു ആർ നോട്ട് ഗിവിംഗ് എൻ ആൻസർ. യു ആർ എ ബ്ലണ്ട്, സൈലന്റ്, വൈസ് ഗേൾ. സോ പ്ലീസ് കം ഡൗൺ ടു മൈ ലെവൽ ഫ്രം യുവർ ഹയർ ലെവൽ.
tell me, is there anything which you have done which you wanted to tell others and show others, or at least before I leave in the next 45 minutes you have something to tell me? Don't worry, I am not going to come here again. This is my last visit. മട്ടന്നൂരിന് ഉണ്ടാവില്ല, ഒരു പ്രോഗ്രാമും മട്ടന്നൂർ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണേണ്ട ഒരു കാര്യം വരില്ല. അണ്ടർസ്റ്റുഡ്? ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താ പറയാ? ടെൽ മീ, യു ഹാവ് സംതിങ് ടു. ഏതെങ്കിലും ആ ടിങ്കിൾ ടിങ്കിൾ അല്ലാണ്ട് ഏതെങ്കിലും ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ? യു ഡോണ്ട് ഹാവ് ടു ആൻസർ. യു ഹാവ് ടീച്ചേഴ്സ്. അവരെല്ലാം ഡഫ് ആൻഡ് ഡം ആണ്. അവരൊന്നും മിണ്ടാത്തെ. ഞാൻ ചെയ്തതല്ലേ. മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതേ മീതേ മാനത്ത് വൈഡൂര്യമ്പോൾ. എന്റെ വേറെ വേർഷൻ ഉണ്ടോ? സി യെസ് ഓർ നോ പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ഇയാള് പറഞ്ഞോട്, ഇയാൾ അറിയില്ല. അതെന്നെ ചോദിക്കുന്നത്. മലയാളത്തിൽ വേറെ വേർഷൻ ഉണ്ടോ ഞാൻ ചെയ്തല്ലാണ്ട്? മിന്നും മിന്നും താരകമേ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. യെസ് ഓർ നോ പറയൂ. വേറെ ഏതെങ്കിലും ഒരു കവിത ചെയ്തുകൂടെ? എന്നാലും ഞാൻ ചെയ്ത് തന്നെ ചെയ്യണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ദാറ്റ് ഈസ് ഹൗ യു ഷോ യുവർ ക്രിയേറ്റിവിറ്റി. ഇപ്പൊ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഐ ആം നോട്ട് ആസ്കിങ് ടു ക്വസ്റ്റ്യനിങ് അല്ല. അങ്ങനെ ധരിക്കരുത്. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനെയും പിടിച്ച് ഞാൻ ഇതുവഴി വെളിയിലിടും. കമയാ കനയ്യ, ഇങ്ങോട്ട് വാ. അവിടെ ഇരിക്കുന്നാലേ, അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. ഞാൻ വായിൽ ഇപ്പൊ വെള്ളം ഒഴിച്ചു തരും. മിണ്ടാണ്ടിരുന്ന ഒന്നും ചെയ്യില്ല. മിണ്ടാണ്ടിരുന്ന ഒന്നും ചെയ്യില്ല. അവിടെ വായ തുറക്ക്. ഞാൻ ഇവിടുന്ന് വായിലെറിയും. ഇവിടെ ഈ മുട്ടായി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മറ്റേ ചോക്ലേറ്റ് ഒന്നുമില്ല സാധാരണ? പണ്ടത്തെ പാരീസ് മുട്ടായി ഈ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. റെഡ് ഇല്ല. റെഡ് മുട്ടായി ഉണ്ടോന്ന്? എടാ ജെന്റിൽമാൻ എങ്ങനെ ഇരിക്ക? സീനിയർ. ഇന്നലെ നമ്മള് റേഡിയോ സ്റ്റേഷനിൽ പോയ സമയത്ത് അവനെങ്ങനെ ഇരുന്ന് അറിയാം. കുറേ സമയം അനങ്ങാണ്ട്. എല്ലാരും പറഞ്ഞ ഒറ്റയടിക്ക് പറഞ്ഞേ യെസ്. പോരാ. യെസ്. ഇനി ഒരു കാര്യം ചെയ്യണം. ഞാൻ കൈ